ജില്ലയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഒരേ മനസ്സോടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും കഴിഞ്ഞ തുടർഭരണം കിട്ടിയതിൻ്റെ അഹങ്കാരത്താൽ കേരളത്തിലെ ജനങ്ങളെ മതിമറന്നുകൊണ്ട് സ്വന്തം താല്പര്യങ്ങളും പാർട്ടിയുടെ താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രം പ്രവർത്തിച്ച ജനവിരുദ്ധ ഒരു ഗവൺമെൻറ്റായിരുന്നു ഇവിടെ അധികാരത്തിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളും നിഷ്പക്ഷപാതികളായ ആളുകളും CPM അനുഭാവികളായ ആളുകൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ അതിനു മുമ്പ് നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന ഇപ്പോഴത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ജില്ലയിലെ 5 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ 4 അസംബ്ലി മണ്ഡലത്തിലും വിജയിച്ചു വരുവാൻ കഴിഞ്ഞു. കോന്നിയിൽ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുവാൻ കഴിഞ്ഞു. പക്ഷേ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി നിർണയം അല്പം വൈകിയാണ് നടത്തിയത്. എന്നിരുന്നാൽ തന്നെ ഓരോ ദിവസവും അവിടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഒരേ മനസ്സോടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എന്നെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. പക്ഷേ CPM BJP ബന്ധം അത് സീതത്തോടിലും ചിറ്റാറിലും വള്ളിക്കോടും കലഞ്ഞൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവർ രഹസ്യമായി BDJSൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട വോട്ടുകൾ രഹസ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ബാന്ധവത്തിൽ ഏർപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പരാജയം സംഭവിച്ചത്. ഇതൊരു പരാജയമായി കാണുന്നില്ല. കാരണം 5000 മുതൽ 10000 വോട്ട് വരെ ഭൂരിപക്ഷത്തിൽ ജയിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സാധ്യതകളാണ് അട്ടിമറിച്ചത്. തീർച്ചയായും അവിടെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയതിനേക്കാൾ വോട്ട് വർദ്ധിക്കുകയും അടുത്ത തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴേ ആരംഭിക്കുകയും ചെയ്യും.